ഹലോ ഗേസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആണ്. ചെറിയൊരു ഷോർട്ട് വീഡിയോ മാത്രമാണിത്. കാരണം വെച്ചാൽ എന്നും പതിപോലെ നമ്മൾ ഇന്നും പണിക്ക് വന്ന് ഇവിടെ കായംകുളത്തിന് പടിഞ്ഞാറ് മണിവേലിക്കടവിൽ ഒരു പുതിയൊരു റിസോർട്ട് പണിയുന്നുണ്ട്. കുറച്ച് നാൾ കൊണ്ട് നമ്മൾ ഇവിടുത്തെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസോർട്ടിൻ്റെ വർക്കാണ്. അങ്ങനെ എന്നും പതിപോലെ ഇന്നും പണിക്ക് വന്നതാണ് ഗേസ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അന്യായ മഴയാണ് ഗേസ്. അതുകൊണ്ട് ഇന്ന് പണിക്ക് നിൽക്കാൻ പറ്റിയില്ല. പണിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് എന്തായാലും പോകണമല്ലോ. അങ്ങനെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ വണ്ടിയെടുത്ത് നേരെ നമ്മൾ കൂട്ടമാതക്കൾ കൂടെ പാലത്തിൽ കൂടെയാണ് എന്നും രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് രാവിലെ അങ്ങോട്ട് പോകുന്നു, വൈകുന്നേരം തിരിച്ച് വരുന്നത്. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്ന് കേസ്. അപ്പോൾ കായംകുളം സിവിലിൻ്റെ അതുവഴിയാണ് വരുന്നത്, ബിവറേജ് കോർപ്പറേഷന്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഒരു ചെറുതൊക്കെ ഒരു ചെറുതെണ്ണം എടുക്കാം. ചെറുത് വിചാരിക്കുമ്പം കൂടുതലുള്ളവർ പറഞ്ഞ് ചെറുത് വേണ്ട, വലുത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സിവിലിൽ കയറി പോയി. അവിടെ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. അതെ, ഈ ഒരു സാധനം എടുത്ത് നമ്മൾ സാധാരണക്കാരല്ലേ, അതുകൊണ്ട് സാധാരണക്കാരൻ്റെ സാധനമായിട്ട് ഈ സാധനം എടുത്ത് കഴിഞ്ഞപ്പോൾ ആണ് അവിടെ നോക്കിയപ്പോൾ അവിടെ അടിപൊളിയായിട്ട് ലോട്ടറി കച്ചവടവും മീൻ കച്ചവടവും ഒക്കെ ഉണ്ട്. ഒരു ലോട്ടറി എടുത്തു. നോക്കിയപ്പോൾ അവിടെ ഒരു അന്യസംസ്ഥാന ആൾക്കാരാണെന്ന് തോന്നുന്നു, നമ്മുടെ എന്തായാലും മലയാളികളല്ല. അവരൊരു കായൽ മീനെ കൊണ്ടുവച്ച് അവിടെ വെച്ച് കച്ചവടം ചെയ്യുന്നത് കണ്ട് അന്നേരം കുറച്ച് നേരം അതൊന്ന് നോക്കി നിന്നു. പറ്റുമെങ്കിൽ നോക്കാം, നമ്മുടെ വിലയോട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മേടിക്കാന്നുള്ള കുറച്ച് 1 കിലോ എല്ലാം മേടിക്കാന്നുള്ള കണക്കൂട്ടോ. പക്ഷേ ശരി, നോക്കിയപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട മീനുകളൊന്നും അതിനകത്തില്ല. കാരണം കായൽ മീനാണെങ്കിൽ ഇതായില്ല. പിന്നെ ഇവിടെ വന്നേണ്ട മുട്ടയും എന്താ കടയുടെ ഫ്രണ്ടിൽ തന്നെ, ബിറേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ മുട്ടയും മറ്റേ ഇത് മാങ്ങ, പുളി, എന്താ കപ്പ എല്ലാം കുക്കുംബർ ഒക്കെ വിൽക്കുന്ന ടച്ചിങ്സിന് വിൽക്കുന്നൊരു കടയുണ്ട്. അവിടെ കയറി കുക്കുംബറും 2 നെല്ലിക്ക മേടിച്ചു. പിന്നെ ഒരു കുപ്പി വെള്ളവും മേടിച്ചു. എന്തായാലും പണിയില്ലാതെ ഇന്ന് വീട്ടിലോട്ട് പോകുമല്ലേ, ചുമ്മാ വീട്ടിൽ പോയിരിക്കേണ്ട. കൂടെ വർക്ക് ചെയ്യുന്നവരും കൂടെ പണിയുന്നവരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെ ചേർന്ന് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തതാണ്. വേറൊന്നും തോന്നരുത് ആർക്കും. അപ്പോൾ ഞങ്ങളിത് അടിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. വല്ലപ്പോഴും ഉള്ള അടിയല്ലേ.